ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 13-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് തന്നെ ഒക്ടോബറിലെ ഇൻഫ്ലേഷൻ ഡാറ്റയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒക്ടോബറിലെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വെജിറ്റബിൾ പ്രൈസ് 42% വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 57 മാസത്തിലെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വർധനവുണ്ടാവുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6.21 എന്ന് പറയുന്ന ഒരു റീജിലേക്ക്, പ്രത്യേകിച്ച് ഫുഡ് പ്രൈസസിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധനവാണ് ഈ ഒരു ഇൻഫ്ലേഷന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റീറ്റെയിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇന്ത്യൻ എക്കണോമിയിലെ ഇൻഫ്ലേഷൻ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്തത് 6.2%ലേക്കാണ് ഒക്ടോബറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 14 മാസത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആണ്. സെപ്റ്റംബർ മാസത്തിൽ ഇത് 5.5% എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് 4 ± 2%, അതായത് 2%-നും 6%-നും ഇടയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ പരിധി വിട്ടിട്ട് ഇൻഫ്ലേഷൻ പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫുഡ് ഇൻഫ്ലേഷൻ, ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവാണ് എന്നുള്ളതാണ്. വെജിറ്റബിൾ പ്രൈസ് 42%, ഓയിലുകളുടെ പ്രൈസ് 9.5% വർധനവും, ഓവറോൾ 11%-നടുത്ത് വർധനവാണ് വെജിറ്റബിൾ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ റൂറൽ ഇൻഫ്ലേഷൻ 6.7%-നടുത്തും അർബൻ ഇൻഫ്ലേഷൻ 5.6%-നടുത്തുമാണ് വന്നിട്ടുള്ളത്. RBIയുടെ അപ്പർ ടോളറൻസ് ലിമിറ്റ് ആയിട്ടുള്ള 6%-ന്റെ മുകളിലേക്ക് പോയി ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. പ്രത്യേകിച്ചും ഡിസംബർ മാസത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ചേരാനിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലേഷൻ കൺട്രോളിലായതുകൊണ്ട് റിപ്പോ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി ആ പ്രതീക്ഷ വേണ്ടതില്ല. കാരണം ഇൻഫ്ലേഷൻ കൂടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണമായി, വിലക്കയറ്റം ഉണ്ടാവാൻ കാരണമായിട്ട് വെജിറ്റബിൾസിന്റെ പ്രൈസ് ഹൈക്ക് ആണ് പറയുന്നത്. എഡിബിൾ ഓയിൽസ് 9.5%, ഫ്രൂട്ട്സ് 8%, പൾസസ് 7.4%, പേഴ്സണൽ കെയർ ഐറ്റംസ് 11%, സാധനങ്ങളുടെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർത്തുക. ഇതാണ് ഈ ഒരു ഓവറോൾ വില വർധനവിന് കാരണമായിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കുറച്ച് മോശമായത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനെ സംബന്ധിച്ച് വന്ന ഒരു എഡിറ്റോറിയലാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർത്ത നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കാനഡയും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിലുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന് പറയുന്ന ഖലിസ്ഥാൻ ആക്ടിവിസ്റ്റ് 2023 കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസ് കുറച്ച് മോശമായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള കാനഡയിൽ നിന്നുള്ള ഈ ഒരു ഡിപ്ലോമാറ്റുകളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. റീസെൻ്റിലായിട്ട് ഹിന്ദു സഭയുടെ ഒരു മന്ദിർ ബ്രാംപ്ടണിൽ ഉണ്ടായിരുന്നു. അവിടെ ഖലിസ്ഥാൻ ആക്ടിവിസ്റ്റുകളെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് അവിടെ കാനഡയിൽ വലിയ പ്രൊട്ടസ്റ്റുകളും വയലൻസുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ, ഈ ഒരു വയലൻസിനെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ട്രൂഡോയും എല്ലാം തന്നെ അപലപിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കാം. ഏകദേശം 19 ലക്ഷത്തോളം ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ കാനഡയിലുണ്ട്. അതായത് അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 4%-ഓളം ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വിഷയം കാനഡയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തോടു കൂടി, ഈ ഒരു പ്രശ്നത്തോടു കൂടി തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ടെൻഷൻസ് കുറച്ചുകൂടി ഡിസ്റപ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഡിപ്ലോമാറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാനഡയുടെ നടപടികൾക്കെതിരെ ഇന്ത്യ നേരത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ വയലൻസ് പോലുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $19 ബില്യൺ ഇക്വാലന്റ് ആയിട്ടുള്ള ട്രേഡ് ഉണ്ട്. ഈ ഒരു ട്രേഡുകൾ ഇപ്പോൾ
ഒരു ഒരു മങ്ങിയ മട്ടിലാണ് ഈ രാജ്യവുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റുകളും ഡിസ്കഷൻസും നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതായിരുന്നു. ഇതിന്റെ ഇടയിലാണ് കാനഡ പുതിയ വിസ റെസ്ട്രിക്ഷൻസുമായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റുഡൻസിനും മറ്റുമൊക്കെ വിസ റെസ്ട്രിക്ഷൻ, പ്രത്യേകിച്ചും ഇന്ത്യൻ അപ്ലിക്കൻസിന് വിസ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ഡിപ്ലോമാറ്റിക് റിഫ്റ്റ് ആണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ വീക്കൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഇന്റർനാഷണൽ വിഷയം, ഗ്ലോബൽ ഇഷ്യൂസ് നടക്കുന്നതിനിടെ, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച്, പീപ്പിൾ ടു പീപ്പിൾ ടൈസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രത്യേകിച്ചും കോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഇടയിലാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മോശമായിട്ടുള്ളത് എന്നുകൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഫുൾ നോർമലൈസേഷനിലേക്ക്, രണ്ട് രാജ്യങ്ങളും പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിച്ച് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളുടെയും കോൺസുലർ സർവീസുകൾ, ഡിപ്ലോമാറ്റിക് മിഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫർദർ ഡിസ്റപ്ഷൻസ് ഇല്ലാതെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്തി ലോങ്ങിറ്റേറ്റീവ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഐഡിയയെ സംബന്ധിച്ചുള്ളതാണ്. പ്രത്യേകിച്ചും വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിലാണ് ഈ ഒരു ഹെൽത്തി ലോങ്ങിറ്റിവിറ്റി എന്ന് പറയുന്ന ഐഡിയനെ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പം ഈ ഒരു വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ ഈ ഒരു വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ലോ മിഡിൽ ഇൻകം കൺട്രീസിൽ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ് ലോ മിഡിൽ ഇൻകം കൺട്രീസ് എന്ന് പറയുന്നത്. ഇത്തരം രാജ്യങ്ങളിൽ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.